ഹായ് ഓൾ, എം ഫേവർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപി നൂർദീൻ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ കഴിഞ്ഞ LDC കൊല്ലം കണ്ണൂർ എഴുതിയ കുട്ടികളുണ്ട്, എഴുതി തളർത്തിയ എന്ന് പറയണം കുട്ടികൾ, കൂടാതെ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും കൂടി വേണ്ടിയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ കമന്റുകളും താഴെ നൽകാം. എന്ത് ചീത്ത വിളിയാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു പരീക്ഷ എഴുതിയിരിക്കുന്ന നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും അവർ പ്രതീക്ഷ പോലെ പരീക്ഷ ഹാളിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതെ പോയി എന്ന അടിസ്ഥാനത്താൽ 50-60 റേഞ്ചിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വർഷത്തെ കാത്തിരിപ്പ് തയ്യാറെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരീക്ഷ ഹാളിലേക്ക് പ്രതീക്ഷയോടുകൂടി പോയത്. ഇവിടെ PSC ഉദ്യോഗാർത്ഥി പരീക്ഷയ്ക്ക് നൽകുന്ന എഫേർട്ടിന്റെ 10-1 ചില കോച്ചിങ് സ്ഥാപനങ്ങളിൽ അധ്യാപകർ നൽകുന്നില്ല. വൺസ് അവർ ബ്രാൻഡായി കഴിഞ്ഞാൽ, കാശ് വാരാൻ പറ്റാവുന്ന ഏറ്റവും വലിയ മേഖലയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് മെനക്കെടില്ല. എത്ര ക്ലാസ്സുകൾ അവർ ചെയ്യുന്നുണ്ട്, എത്ര ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവർ നൽകുന്നുണ്ട്, മോഹം കാണിക്കാൻ മാത്രമേ നിൽക്കത്തുള്ളൂ. മോഹം കാണിച്ചാൽ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾ അവരിലേക്ക് പോകും. കാലഹരണപ്പെട്ട പഠന രീതികളാണ് പലയിടങ്ങളിലും ഇത്തരം അധ്യാപകർ കുട്ടികൾക്ക് വശമാക്കി നൽകുന്നത്. PSCയുടെ മാറിയ ചോദ്യ രീതികൾക്ക് അനുസൃതമായിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ ലോജിക് അല്ലെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായും എലിമിനേറ്റ് അല്ലെങ്കിൽ ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡിലൂടെ ഉത്തരം കണ്ടെത്തേണ്ട രീതികളെ കുറിച്ച് പോലും പറഞ്ഞു നൽകി പ്രോത്സാഹിപ്പിക്കാതെ അതിന് പകരമായിട്ട് ഇത്തരം ചോദ്യങ്ങളിൽ ഒന്നുകിൽ വിട്ടുകളയുക അല്ലെങ്കിൽ കറക്കി കുത്തുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് അവരെ തള്ളിവിടുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്ക് 4 പ്രസ്താവനകൾ ഉണ്ടെങ്കിൽ അതിൽ കുറഞ്ഞത് 2 പ്രസ്താവനകളിലും നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, അറിവുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സെൻസ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് PSC കൂടുതലായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 4 പ്രസ്താവനകളെ കുറിച്ചോ ചോദ്യത്തെ കുറിച്ച് പോലും അറിവില്ല എങ്കിൽ വിട്ടുകളയാം. പക്ഷെ ഇവിടെ അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ ഇത്തരം ചോദ്യങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. അതിന്റെ അതിപ്രസരം വരുമ്പോഴേക്കും ഭയന്ന് പരീക്ഷയിൽ നിന്നും പിന്മാറുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലം കണ്ണൂർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ? വൺ വേർഡ് ആയിട്ട് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പലതും ക്രോഡീകരിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ട് വന്നപ്പോഴേക്കും പലരും പരീക്ഷ ഹാളിൽ തകർന്നടിഞ്ഞു. ഭയമാണ്, ടെൻഷനാണ്. ഇതിനെ അതിജീവിക്കാനായിട്ട് ആരും പറഞ്ഞു തന്നില്ല അല്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരം അധ്യാപകര് മാറിയ PSCക്ക് അനുസരിച്ചുകൊണ്ട് ഇന്നിപ്പോ നിങ്ങളോടൊപ്പം ഒരു പരീക്ഷ ഹാളിൽ തൊട്ടരികത്തിരുന്ന് എഴുതി നോക്കട്ടെ ഒരു പരീക്ഷ, കട്ട് ഓഫ് കടക്കില്ല. പിന്നെയല്ലേ സ്പോർട്സ് ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ മറ്റ് ഗ്രേസ് മാർക്കുകൾ കൊണ്ട് റാങ്ക് അല്ലെങ്കിൽ 1-2 മേടിക്കാൻ സാധിക്കും. കട്ട് ഓഫ് കടക്കൂല. സത്യം പറയട്ടെ, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഒരുപക്ഷെ 10,000, 50,000, 1,00,000 ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നുണ്ടാവാം. അവിടങ്ങളിൽ 1000 പേർക്ക് ജോലി കിട്ടിയെന്നിരിക്കാം. ആ 1000 പേർക്ക് ജോലി കിട്ടുന്നത് 1000 പേരും അവരെ കുടുംബം നൽകിയ സപ്പോർട്ടും അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവർ കാറിൽ നടന്ന് എടുത്തെടുത്ത് പഠിച്ച് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലും സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇനി റാങ്ക് ഹോൾഡേഴ്സ് ആവാൻ പോകുന്നത്. നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി എന്നുള്ളത് കൂടി കാണിച്ചു തരണം. ബാക്കിയുള്ളവർക്ക് പറയാനുള്ളത് എന്താണെന്നും കൂടി ഒന്ന് കാണിച്ചു തരണം. താങ്ങൂല. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മൾ PSCയുടെ പുതിയ രീതിക്ക് അനുസരിച്ച് പഠിക്കണം. അത്തരത്തിലുള്ള കണ്ടന്റുകൾ ലഭിച്ചാൽ മാത്രം പോരാ. ഇന്നിപ്പോ അത്തരത്തിലുള്ള കണ്ടന്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിനെ കിട്ടിയിരിക്കും. എന്നാൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത്തരത്തിൽ പരിശീലനങ്ങൾ ഒന്നും തന്നെ എടുക്കാതെ സ്ട്രേറ്റ് അവേ കിട്ടിയ കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നു, പരീക്ഷയ്ക്ക് കയറുന്നു, ദേ കിടക്കുന്നു. ചില ആളുകളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലും ചെയ്യാതെയാണ് പരീക്ഷ ഹാളിലേക്ക് കടന്നതെന്ന്. ഞാനിവിടെ എല്ലാ PSC അധ്യാപകരെയും അല്ല പറയുന്നത്, ചില ആളുകളെ മാത്രമാണ്. അപ്പോ മാറാൻ ഇനിയും അവസരമുണ്ട്.
ആരും മഹത്വവൽക്കരിക്കപ്പെട്ടതല്ല. എല്ലാവരും കാശിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും കൂലി ഫീസായിട്ട് കിട്ടുന്നുമുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതാണ് എനിക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യം. ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ എലിമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കറക്കി കുത്തുക എന്നുള്ളത് നല്ലൊരു വശമല്ല. മാക്സിമം നമുക്ക് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തിക്കുക. അത് ഡബിൾ ഡിജിറ്റ്, അത് 15ഉം 20 മാർക്കൊക്കെ നമുക്ക് നെഗറ്റീവ് ആവാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ഓഫ് പോലും കിടക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ എലിമിനേറ്റ് ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടി, ശരിയായി. എല്ലാവരും പറഞ്ഞു കിടക്കും. 5 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ എലിമിനേറ്റ് ചെയ്തതിന് 2 ശരിയാതിനാണ് പറഞ്ഞു കിടക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ട് 5 ചെയ്തതിൽ 2 ശരിയായി, ഓക്കെ, ലാഭമാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 10 ചെയ്യാം, അപ്പൊ എനിക്ക് ലാഭമായാലോ എന്ന് വെച്ച് കറക്കി കുത്തും. അവിടെയാണ് സംഭവിക്കുന്നത്. കറക്കി കുത്തുക എന്നുള്ളതല്ല, ലോജിക് അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് 50% അറിവുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ പോകാവൂ. അല്ലാതെ ചെയ്യുന്നതെല്ലാം കറക്കി കുത്തും, നെഗറ്റീവ് ആകും. മനസ്സിലായോ? കറണ്ട് അഫെയർ ചോദ്യങ്ങൾ മുഴുവൻ ശരിയാക്കിയിട്ടുള്ള ആരൊക്കെയുണ്ട്? അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കും. ഇത്തരത്തിൽ കഴിഞ്ഞ തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ LDC പരീക്ഷകളിൽ ചോദിച്ച മുഴുവൻ കറണ്ട് അഫെയർ ചോദ്യങ്ങളും എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും നമ്മൾ നൽകിയ PDF നിന്നുണ്ടായി. കൃത്യമായിട്ടുള്ള പ്രൂഫും അന്ന് തന്നെ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് വലിയ സംഭവമാണെന്നൊന്നും അഹങ്കരിക്കുന്നുമില്ല. ഈ നൽകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ 10 പേരുണ്ടായാൽ മതി. 10 പേര് അവരഹങ്കരിച്ചോട്ടെ. കാരണം അവര് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നമുക്ക് അഹങ്കാരമല്ല വേണ്ട, അഭിമാനമാണ് വേണ്ടത്. 10 പേരെങ്കിലും വിശ്വസിച്ച് വന്നല്ലോ. കഷ്ടപ്പെട്ടതിന് കുറച്ചെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് 10 പേരെങ്കിലും കൂലി റാങ്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവാൻ തയ്യാറാണ്. ചോദ്യങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി, ഇതേ പരീക്ഷയ്ക്ക് വരികയുള്ളൂ ഞാൻ 100 തവണ പറയുമ്പോൾ തന്നെയും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതെന്താ ചോദ്യപേപ്പർ അങ്ങനെയാണോ, ഇങ്ങനെയാണോ, മറ്റേ ആളാണോ, ഇയാളാണോ? ഒന്നിനും ഞാൻ ഉത്തരം നൽകേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടില്ല എങ്കിൽ മാത്രം എൻ്റെ കുട്ടികളോട് ഞാൻ ഉത്തരം പറഞ്ഞാൽ മതി. മനസ്സിലായോ? നന്ദി. വീണ്ടും കാണാം.